പാരന്റ്സിനെ വിളിച്ചോണ്ട് വന്നിട്ട് കേറിയാ മതി എന്നാ അവര് പറഞ്ഞേ. അതെനിക്ക് മനസ്സിലായി. കൂടെ കൂടെ ഇങ്ങനെ പറയണമെന്നില്ല. ആ വാകേറിയ ദൈവം പാരന്റ്സിനെ തരാതിരിക്കത്തില്ല. ഇതെനിക്ക് എപ്പോഴേ മനസ്സിലായി. എടാ അശ്വതി വിചാരിച്ചാൽ ഒരു പക്ഷേ. ഞാൻ പറഞ്ഞിട്ടല്ലോ ശിവനെ തല്ലിയത്. ഇനി എങ്കിലും നിനക്ക് വേണ്ടിയല്ലേ അവൻ. എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യണ്ട. പക്ഷേ അന്ന് തന്നെ അശ്വതിയുടെ അച്ഛനൊരു ആക്സിഡന്റ് ഉണ്ടായി. റോഡിൽ രക്തം വാർന്നു കിടന്ന അദ്ദേഹത്തെ ഹോസ്പിറ്റലാക്കിയത് അരവിന്ദായിരുന്നു. എന്തു പറ്റി? അച്ഛൻ എന്തു പറ്റി? എന്ത് പറ്റാനാ? മൂക്കറ്റം കുടിച്ചിട്ട് വണ്ടി ഇടിച്ചതാ. ബോധം കെട്ട് കിടന്നപ്പോ ഒരു പയ്യനെ ഇവിടെ എത്തിച്ചത്. തക്ക സമയത്ത് ഇവിടെ എത്തിച്ച് അവൻ ബ്ലഡ് കൊടുത്തോണ്ട് ജീവൻ തിരിച്ചു കിട്ടി. എന്റെ ഈശ്വര, ഇങ്ങനെ ഒടുക്കത്തെ കുടി കാരണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? എന്നിട്ട് അയാൾ എവിടെ? ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങി പോയതേ ഉള്ളൂ. ഒന്ന് നിന്നേ. താങ്ക്സ് അശ്വതി. എന്റെ ഡാഡി ഭയങ്കര സന്തോഷത്തോടെ പോയത്. എന്താടാ? ആദ്യമായിട്ട് കോളേജ് കയറിയ സന്തോഷത്തിലാ പുള്ളി പോയത്. ഓ എന്റെ അമ്മോ, പ്രിൻസിപ്പൽ മാഡത്തിന്റെ എന്റെ അപ്പന്റെ ഉപദേശം ഇപ്പോഴാ കഴിഞ്ഞത്. അപ്പൊ നീ നന്നാവല്ലോടാ. ഓ പിന്നെ നന്നാവും. എന്റെ അപ്പൻ നന്നാവും. പാവം തളർന്നാ പോയത്. എടാ അരവിന്ദ് എവിടെ? അവൻ ചേട്ടനെയും കാത്ത് നമ്മുടെ ഗ്രൗണ്ടിൽ ഇരിപ്പുണ്ട്. ഓ എന്താ അവന്റെ പാരന്റ്സ് വരില്ലേ? നിങ്ങൾക്കറിയില്ലേ, അവന്റെ അച്ഛനും അമ്മയും കുട്ടിക്കാലത്ത് തന്നെ ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. ശേഷിച്ചത് അവനും ചേട്ടനും മാത്രമാ. വാടാ നമുക്ക് അവന്റെ അടുത്തേക്ക് പോവാം. എന്താടി എങ്ങോട്ടായി പിടിച്ചു വലിക്കുന്നേ? എനിക്ക് അരവിന്ദനെ ഒന്ന് കാണണം. എന്താ മോളെ ഒരു മനംമാറ്റം? അതല്ലടി, ഇന്നലെ അച്ഛനൊരു ആക്സിഡന്റ് ഉണ്ടായപ്പോ ഹോസ്പിറ്റലിലാക്കിയതും ബ്ലഡ് കൊടുത്തതും അരവിന്ദാ. എനിക്ക് അവനോടൊരു താങ്ക്സ് പറയണം. ഇതിനിടയിൽ അതൊക്കെ സംഭവിച്ചോ? നീ ഒന്ന് വന്നേ. മാഡം, സസ്പെൻഡ് ചെയ്യാൻ മാത്രം ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. പുറത്തുനിന്ന് ആളെ ഇറക്കിയത് ശിവനാണ്. No, I don't want any explanation. You may please leave the campus. അങ്ങനെ ഞങ്ങൾ 2 ആഴ്ചത്തേക്ക് കോളേജിൽ നിന്നും സസ്പെൻഡഡായി. അപ്പൊ നീയൊക്കെ തല്ലുണ്ടാക്കാൻ വേണ്ടി മാത്രമാണോ കോളേജിൽ പോകുന്നത്? അപ്പൊ ശിവനാണ് വില്ലൻ. അല്ല സർ, പിന്നെ സസ്പെൻഷൻ കഴിഞ്ഞ് കോളേജിൽ ചെന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് അശ്വതി ക്ലാസ്സിൽ വന്നിട്ട് ഒരാഴ്ചയിൽ കൂടുതലായിരുന്നു. അവള് വല്ല റിയാലിറ്റി ഷോയ്ക്കും പോയതായിരിക്കും സാർ. ഒന്ന് മിണ്ടായിരേടോ. അവൾ എവിടെ പോയി? അന്നൊരു ദിവസം ഏത് നേരത്തും ടിവിയുടെ മുമ്പിലാ. നിനക്ക് വിശപ്പും ദാഹവും ഒന്നും ഇല്ലേ ചേർക്ക? ഭക്ഷണം എടുത്തു വെച്ചിട്ട് എത്ര നേരമായെന്നറിയാവോ? വാ വന്ന് കഴിക്കേ.
ചേട്ടത്തി ഈ കളിയൊന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ വരാം. ഓ കളിയും കണ്ടോണ്ടിരുന്നാ മതി, പഠിക്കുകയും വേണ്ട കഴിക്കുകയും വേണ്ട. ഹലോ എടാ, ഞാൻ വീട്ടിലാ. എന്താ കാര്യം? ഏത് ചാനലില്? ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം, ഞാൻ തിരിച്ചു വിളിക്കാം. ചിറ്റപ്പ പ്ലീസ് ചിറ്റപ്പ, അത് മിണ്ടാതെ മാറ്റല്ലേ. അവിടുന്ന് പഠിക്കാൻ നോക്കടാ. ശാരികയുടെ കിനാവുകളെ തല്ലിക്കെടുത്താൻ മഹാദേവന്റെ നിയമപുസ്തകത്തിലെ കാണാപ്പുറങ്ങളെ തേടി അജയൻ ഗുരുക്കൾ എത്തുമോ? കാത്തിരുന്ന് കാണുക. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10 മണി. അങ്ങനെ അശ്വതി സീരിയലിൽ സജീവമായി. പഠനവും സീരിയൽ അഭിനയവും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാത്തോണ്ടായിരിക്കാം ഒരു ദിവസം ടി സി വാങ്ങാനായി അമ്മാവനുമൊത്ത് അശ്വതി കോളേജിൽ വന്നു. എന്താടാ, എന്തു പറ്റി? എടാ, അശ്വതി വന്നിട്ടുണ്ട്. നാൻസി, സുഖാണോ നിനക്ക്? ഇനിയും താമസിച്ചാൽ നമ്മൾ അവിടെ എത്തുമ്പോൾ വൈകും. മോളെ പിന്നെ സംസാരിക്കാം. ബാ ബാ. എന്തൊരു അടിയാളിയാത്, ഒന്ന് നിർത്ത്. എന്നാലും അവൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. സീരിയലിലൊക്കെ അഭിനയിച്ച് ഭയങ്കര കാശായന്റെ അഹങ്കാരം അവക്ക്. നീ വിചാരിച്ച ഇതിലും നല്ല പെമ്പിള്ളേർ നിന്റെ പുറകെ വരും. ഒരു പെക്കെങ്കിലും ചാച്ചപ്പം വരുമ്പോ കൊടുക്കണേ. പറഞ്ഞ പോലെ ചാച്ചപ്പനെ കാണുന്നില്ലല്ലോ. അയാളിപ്പൊ പൂജ തുടങ്ങിക്കാണ്. 4 ഷോ ഇല്ലെങ്കിൽ എന്താ, 4 നേരം പൂജയുണ്ട്. അവളുടെ രാവുകൾ 151 ദിവസം. ഇതൊക്കെ ഒരു കാലം. അയ്യോ തമ്പ്രാട്ടി, ഈ യുഗം അവസാനിക്കല്ലേ എന്റെ പൊന്നു ഭഗവതി. ഇതുള്ളത് കൊണ്ട് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ കഞ്ഞു കുടിച്ചു പോകുന്നു. ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. കാത്തോള കൊള്ളാലോ, ഒരു കാക്ക കുഞ്ഞു പോലും ഇല്ല. ഹൗസ് ബില്ലിന്റെ ബോർഡും. പരമ കഷ്ടം. എന്റെ ഗതികേട് നോക്കണേ. ഈ മലയാള സിനിമയുടെ പ്രതിസന്ധി എന്താണെന്ന് അറിയണമെങ്കിൽ അമ്മയും അച്ഛനും ഇങ്ങോട്ട് തന്നെ വരണം. എന്നെപ്പോലെ എത്രയോ ആളുകൾ ഇത് അനുഭവിക്കുന്നു. ഹൗസ് ബില്ല് ഇങ്ങനെ കിടക്കട്ടെ. ഇതെന്തോന്ന് പുകയടയത്? ഇതെന്തോന്ന് വലി? ഇത് ഓല കെട്ടിടമാണെങ്കിൽ ഇതും ഒരു തിയേറ്റർ തന്നെ. അറിയാലോ, പുറത്തുള്ളവർ ചോദിക്കുന്നത് ഇത് അണ്ടി ഫാക്ടറിയാണെന്ന്. അത്രയ്ക്കല്ലേ നിന്റെയൊക്കെ പുക? അല്ല, നമുക്ക് ഈ തിയേറ്ററിൽ മൊത്തമായിട്ടൊന്ന് കത്തിക്കാൻ പറ്റുന്നേ. അതിന് നീ അല്ല, ഊര് തണ്ടി വരുമ്പോ നിനക്കൊക്കെ വേണ്ടിട്ട് എന്റെ തിയേറ്റർ ബാറാക്കി തന്നത് എന്റെ തെറ്റ്. ധൈര്യം ഉണ്ടേ കത്തിക്കടാ. അശ്വതിയല്ലേ? അശ്വതിയാ? ഏതശ്വതി? നോക്കട്ടെ. അശ്വതി തമിഴിലേക്ക്. ഇതൊന്ന് പിടിച്ചേ. തെന്നിന്ത്യൻ താരറാണി അനുരാധയാണ് ചിത്രത്തിലെ നായിക. അനുരാധയോ? ശരവണന്റെ സിനിമയല്ലേ, വല്ല തട്ടിക്കൂട്ട് സെറ്റപ്പ് ആയിരിക്കും. അയാളെടുത്ത് ഒരു പടം പോലും ഇന്നവരെ പൊട്ടാതിരുന്നിട്ടില്ല. അത് കളഞ്ഞിട്ട് മാറ്റർ ഒന്ന് വായിച്ചേ. ഒന്ന് അടങ്ങടാവേ. ബെൻ ആർട്സിന്റെ ബാനറിൽ ശരവണൻ നിർമ്മാണവും സംവിധാനവും നിർവഹിക്കുന്ന തമിഴ് സിനിമ പൊയ് നാഗർകോവിലും പരിസര പ്രദേശത്തുമായി ചിത്രീകരണം പുരോഗമിക്കുന്നു. റിയാസ് ഖാൻ നായകനാകുന്ന ഈ ചിത്രത്തിൽ മലയാളത്തിൽ നിന്നുള്ള അശ്വതി ഒരു പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നു. ഇതാ ഞങ്ങൾ പറയാറുള്ള അശ്വതി. ഓ, ഇതാണല്ലേ അശ്വതി.